എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Pentacles, Four of Pentacles, Nine of Cups, അതുപോലെ തന്നെ Nine of Swords and Star Energy, High Priestess, Three of Swords. മകരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ ടു ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള ദിശയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ആദ്യമേ തന്നെ എടുത്ത് പറയട്ടെ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെലവുകൾ വരാതെ ശ്രദ്ധിച്ച് ബഡ്ജറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അതായത് കടമൊന്നും വരുത്തി വെക്കാതെ ശ്രദ്ധിച്ച് ബഡ്ജറ്റ് ചെയ്ത് കാര്യങ്ങൾ അനാവശ്യ ചെലവുകൾ പാഴ്ചെലവുകളൊന്നും നടത്താതിരിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം അവസാനം വരെ നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല. അതായത് കടമായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ടൈറ്റ് ആയിരിക്കുന്നത് ഒഴിച്ചാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും വരുത്താതെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നുമ്പോൾ ഇത്തിരി വില കൂടിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ഇവിടെ വേറെ പ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊന്നും വന്നിട്ടുള്ള സാഹചര്യമല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ ചെലവാക്കാനുള്ള ഒരു ത്വര നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരിമിതികളില്ലാതെ മുന്നോട്ടേക്ക് പോവാം. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലി ഉണ്ട് ഓൾറെഡി എങ്കിൽ ജോലിയോടൊപ്പം തന്നെ മറ്റൊരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുക. ഒരു സൈഡ് ഹസിൽ എന്നുള്ള രീതിയിൽ സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ എന്തെങ്കിലും തുടങ്ങുന്നതായിട്ടുള്ള സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടിടത്ത് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു വരുമാന മാർഗം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഫോർ ഓഫ് പെന്റക്കിൾസ് എനർജി സാമ്പത്തികമായിട്ടുള്ളൊരു അസ്വസ്ഥത നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ട് എങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്ത സമയമാണ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല എങ്കിൽ ഈ മാസവും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവർ, അതായത് ജീവിച്ചു പോകാനുള്ള എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ ശ്രമിച്ചാൽ. അപ്പോൾ ഈ ഒരു മാസത്തിന് ശ്രമിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് പുതിയ ജോലി ലഭിക്കാൻ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് ഈ ഒരു മാസത്തെ ചെലവിനുള്ളത് നിങ്ങൾക്ക് എങ്ങനെയും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും നിങ്ങളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അത് ശ്രമിച്ചാൽ. പക്ഷെ ചില ആളുകൾ വളരെയധികം മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഇല്ലാതെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആകാതെ നോക്കുക. എന്തെങ്കിലുമൊക്കെ വഴിയിലൂടെ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ജീവിക്കാനുള്ള വക നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുന്നു എന്ന് തന്നെയാണ് പറയാ. അതേപോലെ തന്നെ മുന്നോട്ടേക്ക് വരുന്ന ദിവസത്തേക്ക് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പ്രായോഗികമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഒരു ജൂൺ മാസം കഴിയും പുതിയ ജോലിയിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം വരാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വിവാഹം സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ജോലി ഇല്ല എങ്കിൽ കൂടിയും വിവാഹ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ആശ്വാസം എന്നോണം പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒന്ന്, ചിലപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ വീട്ടില് എല്ലാവരും വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ടാവും. ജോലി കിട്ടിയതിനു ശേഷം ഉടനെ വിവാഹം എന്നുള്ള രീതിയിലോ ഇപ്പോൾ വിവാഹം നടത്താം എന്നുള്ള രീതിയിലോ സാഹചര്യങ്ങൾ, മറ്റ് ചുറ്റുപാടുകൾ പറയാമെങ്കിൽ മാനസികമായിട്ടുള്ള രീതിയിൽ
കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷം തരുന്ന ശുഭവാർത്തകൾ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ പ്രഗ്നന്റ് ആകുന്നതാവാം, സഹോദരങ്ങളോ മറ്റ് സഹോദരങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ഒക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി സന്തോഷപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. പിന്നെ ചിലരെ സംബന്ധിച്ച് വിസ വരുന്നതാവാം സൂചിപ്പിക്കുന്നത്, വർക്ക് പെർമിറ്റ് വരുന്നതാവാം. അപ്പോൾ ഈ ഒരു മാസത്തിൽ, ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുന്നില്ല. പക്ഷെ ഒരു ശുഭവാർത്ത എന്നുള്ള രീതിയിൽ പറയാവുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ജോലി ചെയ്യുന്നില്ലെങ്കിലും സന്തോഷമാണ്. കാരണം മുന്നോട്ടേക്ക് വരുന്ന മാസത്തിൽ നിങ്ങൾക്ക് ജോലി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു, അതായത് ജോലി ഇല്ല എങ്കിൽ കൂടിയും പൊതുവെ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം പല വഴികളിലൂടെ സന്തോഷം നിങ്ങളെ തേടി എത്തുന്നുണ്ട് എങ്ങനെയും എന്നുള്ളൊരു സാഹചര്യമാണ്. ആഗ്രഹ സബലീകരണമായിരിക്കും ചില ആളുകൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത്. മുന്നോട്ടേക്ക് വരുന്ന മാസത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ നടക്കുന്നു എന്നുള്ളൊരു സൂചന കൂടിയിട്ടാണ് തരുന്നത്. ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതോ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് മൂലം നടക്കില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സഹായം, ചിലപ്പോൾ പ്രോത്സാഹനമായിട്ട് മറ്റുള്ളവരെ എന്തെങ്കിലും സ്കോളർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ സാമ്പത്തികമായിട്ടുള്ള രീതിയിലും അല്ലാതെയും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു സമയം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, കാരണം ഇവിടെ ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ വിദേശത്തൊക്കെ പോയി പഠിക്കണം എന്നുള്ള ചിരകാല അഭിലാഷമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വിദേശത്ത് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും എവിടെയെങ്കിലും പെട്ടു നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള മത്സര പരീക്ഷകളിലൊക്കെയുള്ള വിജയങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങളും ഇതുവരെ ശ്രമിക്കാതിരുന്നിട്ടുള്ള കാര്യങ്ങളാവാം. കാരണം ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ഒരു സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അത് അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിയ സാഹചര്യമുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും തൊഴിലിന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സംവിധാനം അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ സിനിമ സീരിയൽ മേഖലകളിൽ തിരശ്ശീലയ്ക്ക് പുറകിൽ നിൽക്കുന്ന, ഇപ്പോൾ ക്യാമറാമാൻ, ഡയറക്ഷൻ അതുപോലുള്ള മേഖലകളിലേക്ക് ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോൾസ് ഒക്കെ വരാനുള്ള അവസരവും സാധ്യതയും സൂചിപ്പിക്കുന്നു. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശരിയാവും, ചിലത് ശരിയാവുന്നില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ദൈവിക കാര്യങ്ങൾ, അപ്പോൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിനൊരു സ്വസ്ഥത തരുന്നുണ്ടാവാം. ആ ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് കൂടി കാണിക്കുന്നു. അതേപോലെ 3 of Swords എനർജിയാണ്. ഇവിടെ ചില ആളുകൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളില്ലാത്തവർ ദത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ കുട്ടികളില്ലാത്തവർ കുട്ടിയെ ദത്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാതെ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടിയും അതിനും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബന്ധങ്ങൾ കാണുന്നത്, രക്തബന്ധമല്ലാത്ത ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്, ജീവിതകാലം മുഴുവനത്തേക്കുള്ള ഒരു ബന്ധമായിട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു പക്ഷെ ഒരു സുഹൃത്ത് ബന്ധമാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഈ പറഞ്ഞ ഒരു കുട്ടിയെ ദത്തെടുക്കുക, ഒരു കുട്ടിക്കൊരു ജീവിതം കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകം ആരാധിക്കേണ്ടത് ഏത് ദൈവത്തെയാണ്? മഹാവിഷ്ണുവിനെ ആരാധിക്കുക. കൂർമ്മ അവതാരമാണ് കാണിക്കുന്നത്. അപ്പോൾ കൂർമ്മ അവതാരത്തില് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ
ദശാവതാരം ആണ് പ്രത്യേകം. ക്ഷേത്രത്തിൽ ദശാവതാരം ഉണ്ട് എങ്കിൽ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല എങ്കിൽ ആ ഭാഗങ്ങൾ ദശാവതാരം വരുന്ന തരത്തിലുള്ള സന്ധ്യാനാമങ്ങളോ എല്ലാ അവതാരങ്ങളെയും പ്രകീർത്തിച്ചു പറയുന്ന സന്ധ്യാനാമങ്ങളോ അതേപോലെ പ്രത്യേകിച്ച് കൂർമ്മ അവതാരത്തെ പ്രത്യേകം മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.